ബൽറാം നെടുങ്ങാടിയും ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട്. ബൽറാം, കഴിഞ്ഞ കുറേയധികം നാളുകളായി ബൽറാം ശ്രീനഗറിലുണ്ട്. ഇടയ്ക്ക് ഒരു 7 ദിവസം ഞാനും ഒന്ന് കൂടി തിരികെ പോന്നു. നമ്മൾ കണ്ട കാഴ്ചകൾ അങ്ങേയറ്റം അസ്വസ്ഥതയുടെ കാഴ്ചകൾ, അങ്ങേയറ്റം ആശങ്കയുടെ കാഴ്ചകൾ, അതിനുശേഷം ഏറ്റവും ഒടുവിൽ അങ്ങേയറ്റത്തെ ഷെല്ലിംഗ്, ഒരുപാട് തകർന്ന വീടുകൾ, 16 പേരുടെ മരണങ്ങൾ, ഒരുപാട് വേദന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിർത്തിയിൽ ഇന്ന് അവർ സമാധാനത്തോടെ ഉറങ്ങുമോ ബൽറാം? ഹാഷ്മി, തീർച്ചയായും ഇന്ന് ജമ്മു കശ്മീരിലെ ജനങ്ങൾ ഏതാണ്ട് സമാധാനത്തോടെ ഉറങ്ങും എന്ന് നമുക്ക് പറയാം, അത്തരത്തിൽ നമുക്ക് കരുതാം. ഹാഷ്മി, നമ്മൾ ഒരുമിച്ച് പോയിരുന്ന ആ 7 ദിവസങ്ങൾ, അത് ആ സമയത്ത് ജനങ്ങളുടെ ഉള്ളിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ അവർ നമ്മളോട് പങ്കുവച്ചത് ആശങ്കയായിരുന്നു. ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള അവരുടെ രോഷമായിരുന്നു. എന്നാൽ പിന്നീട് കഴിഞ്ഞ 5 ദിവസങ്ങളായി ഇവിടെ അതിർത്തി ഗ്രാമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതീവ ദയനീയമായ കാഴ്ചകളായിരുന്നു. ജനങ്ങൾ സ്വന്തം വീടുകളും എല്ലാം ഉപേക്ഷിച്ച് കിട്ടിയതും എല്ലാം കയ്യിൽ വാരിയെടുത്ത് സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി ജീവൻ മാത്രം രക്ഷിക്കാനായി ഓടുകയായിരുന്നു, കുടുംബങ്ങളെയും കുട്ടികളെയും കൊണ്ട്. അതിന് ഒരു അന്ത്യം വന്നിരിക്കുന്നു, അവർക്കൊരു ആശ്വാസം വന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ഒരു യുദ്ധം വന്നാൽ, ഒരു സംഘർഷം വന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് എല്ലാ ഘട്ടത്തിലും ജമ്മു കശ്മീരികളാണ്, ജമ്മു കശ്മീരിലെ സാധാരണ ജനങ്ങളാണ്. ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ തന്നെ നമുക്ക് ചോദിക്കാം ഈ ഒരു ഘട്ടത്തിൽ. ജി, अभी तो आज सीज़फायर की हुई है, कैसे लग रहा है आपको? बहुत अच्छी बात है, खुशी की बात है दोनों मुल्कों के लिए। इससे तो राहत मिल जाएगी लोगों के लिए। पिछले 4-5 दिन से बॉर्डरों में बहुत खतरनाक स्थिति था। बिल्कुल सही थी, उससे ज़्यादा था मीडिया रूमों में, उससे ज़्यादा था मीडिया रूम में। उतना बॉर्डर पे नहीं हुआ था जितना मीडिया के रूम में हुआ था, न्यूज़ रूम में। ഹാഷ്മി, ഇത്തരത്തിൽ അദ്ദേഹം ഒരു വിമർശനം കൂടി നടത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങളിലാണ് കൂടുതൽ സംഘർഷം ഉണ്ടായത് എന്ന തരത്തിൽ. എന്തായാലും ഇവിടെ ജനങ്ങളോട് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. എല്ലാവരും തന്നെ വലിയ ആശ്വാസമാണ് ഈ ഒരു സംഭവത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു സംഘർഷത്തെ, അല്ലെങ്കിൽ പല സംഘർഷങ്ങളെ നേരിട്ട് കണ്ടറിഞ്ഞവരാണ് ഇവിടെ ജമ്മു കശ്മീരിലെ ജനങ്ങൾ എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം അത് ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് ശ്രീനഗറിലെ നഗര കേന്ദ്രങ്ങളിൽ പോലും ഡ്രോണുകൾ, പോർ വിമാനങ്ങൾ, കൂടാതെ മിസൈൽ എന്നിവ എത്തിയ ദിവസമാണ് ഇന്ന് ശ്രീനഗർ നഗരം ഉണർന്നത് തന്നെ ഉഗ്രസ്ഫോടനം കേട്ടായിരുന്നു. 2 സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായിരുന്നു. അത് കേട്ടാണ് ശ്രീനഗർ നഗരം ഇന്ന് ഉണർന്നത്. അതിൽ നിന്നാണ് അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നത്. ഭയ്യ, सीज़फायर हुई है, कैसे लग रहा है? बहुत बढ़िया सर, बहुत बढ़िया, बहुत अच्छा हुआ कि सीज़फायर होगी, नहीं तो हम लोगों पे जुल्म होता था, फायरिंग होती थी, बड़े धमाके हुए, क्योंकि इसमें हमारा ही नुकसान होता था। हम होटल का काम करते हैं, हमारा सारा स्टाफ सब कुछ ठप हो गया। स्टाफ तो हमने घर भेज दिया क्योंकि हमारा काम सारा बंद हो गया। सब लोग परेशान हाल थे क्योंकि ये जो फायरिंग हो रही थी, धमाके हो रहे थे, हम परेशान थे, हम घरों पे थे। जम्मू में बहुत सारा नुकसान हुआ। और हमारे इंडिया ने भी वैसे पाकिस्तान में अच्छा किया है, लेकिन वैसे कि बहुत अच्छा हुआ कि सीज़फायर होगी, क्योंकि हम भी अब शान से जिएंगे, पाकिस्तान वाले भी शान से जिएंगे। भाईचारा है, बस हम यही कहना चाहते हैं। ഹാഷ്മി, ഇത് തന്നെയാണ് സാധാരണ ജനങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ഈ ഒരു സംഘർഷം ബാധിച്ചത് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കണ്ടത്. പലരും വീടും എല്ലാം ഉപേക്ഷിച്ചു പോയി. ഇന്ന് ശ്രീനഗർ നഗരത്തിലെ തന്നെ പല കടകളും അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. കുറെ ചോരപ്പുഴകൾ ഒഴുകി അവിടെ 16 പേരുടെ സാധു മനുഷ്യർ ജീവനടക്കം വല്ലാത്ത സങ്കടം കണ്ടു. ആ സങ്കടങ്ങൾ പെട്ടെന്ന് മാറട്ടെ. ശ്രീനാഥ് കൂടി ചേരുന്നു. ശ്രീനാഥ്, വളരെ പെട്ടെന്ന് ജമ്മുവിൽ നമ്മൾ രാവിലെ കണ്ട കാഴ്ചയും ഏതാണ്ട് സമാനമായിരുന്നു. ജമ്മുവിൽ ഏതാണ്ട് ടോട്ടൽ ബ്ലാക്ക് ഔട്ടിലേക്ക് ഇന്നും പോകേണ്ട സാഹചര്യമായിരുന്നു. ഒരു ദീർഘനിശ്വാസം ജമ്മു നിവാസികൾ ഉറപ്പായും പ്രകടിപ്പിക്കുന്നുണ്ടോ ശ്രീനാഥ്? ഹഷ്മി, ഇന്നിപ്പോൾ രാവിലെ മുതൽ ഞാൻ ഈ ജമ്മു നഗരത്തിൽ മുഴുവനൊന്നും കറങ്ങിയതാണ്. കാര്യമായ കടകളൊന്നും തുറന്നിട്ടിരുന്നില്ല, വളരെ കുറച്ച് കടകൾ മാത്രമേ തുറന്നിരുന്നുള്ളൂ. അങ്ങനെ ഒരു കടയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് ജമ്മു കാശ്മീർ നിവാസികളുണ്ട്. അവരും നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ആശ്വാസം അവർക്കും ഉണ്ടാകും. भाई अभी सीज़फायर हो गया तो क्या कहना है आप? हमें अच्छा लगा है सुन के। हम लोग पीसफुल चाहते थे वॉर जो भी था, पर इससे सिविलियंस को भी बड़ी दिक्कत हो रही थी। यहाँ पे कुछ शेल्स वगैरह डिस्ट्रॉय हुए थे हमारे, तो यहाँ पे घर को भी थोड़ी प्रॉब्लम हुई थी। तो इसीलिए जो भी रिस्पॉन्स आया है हमारे इंडिया की तरफ से बहुत अच्छा आया है, हम लोग खुश हैं उससे। और अगर उन्होंने दिया कि अगर कोई वारदात होती है तो फिर हम वार करेंगे। दिस इज
मेरा यही कहना है कि देखो वॉर इज़ नॉट ए सॉल्यूशन। सबसे इम्पोर्टेंट ये है कि हमें एक देखना है सारा कि यहाँ पे जितने भी लोग हैं कैसे हैं क्या हैं, कोई मिडिल क्लास है कोई हाई क्लास है। वॉर के बाद की सिचुएशंस बड़ी क्रिटिकल होती हैं, जो चीज़ें नहीं सॉर्ट हो पाती, तो इसीलिए हम अवॉइड करते हैं कि वॉर ना हो। हम पीसफुली रहना चाहते थे, वही अभी हम मोदी सरकार का थैंक यू करते हैं कि वो सब मैनेज करके उन्होंने जो भी फैसले लिए बहुत बढ़िया लिए। आई एम हैप्पी और मैं सपोर्ट करता हूँ मोदी जी को। जय जय മോദി। ശരി, എന്തായാലും ഒരു ചിരി ആ മുഖത്തുണ്ട്. ആ ചിരി നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാത്ത ചിരിയാണ്. ആ ചിരി തന്നെയാണ് ആ വെടിനിർത്തലിന്റെ ശേഷം ഉണ്ടാകുന്ന ആദ്യ മണിക്കൂറിലെ അവിടുത്തെ മറുപടി.